സഭയിൽ ചെന്നിത്തല മുപ്പിക്കുന്നു, സ്പീക്കർ ആട്ടിയോടിക്കുന്നു. ഇത്തരത്തിലുള്ള രംഗങ്ങളാണ് ഇന്ന് സഭയെ ഇളക്കി മറിച്ചിരിക്കുന്നത്. അവിടെ ഇരിക്കണം, പ്ലീസ് പ്ലീസ്, ഇത് പ്രസംഗമല്ല, ഒരു സീനിയർ ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം സമയം അനുവദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നിന്ന് കയർക്കുന്ന സ്പീക്കറെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. സമയപരിധിക്കപ്പുറത്ത് തന്റെ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെന്നിത്തല സർ സർ എന്ന് വിളിക്കുന്നത് കാണുകയും ചെയ്യാം. എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് പത്തനംതിട്ട ജില്ലയിലെ മണിയാറിൽ കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് കേരളത്തിൽ ആദ്യമായി BOT വ്യവസ്ഥയിൽ ഒരു മിനി വൈദ്യുതി പ്ലാന്റ് സ്ഥാപിച്ചത്. സർ, 30 വർഷത്തേക്കാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചത്. 30 വർഷം കഴിയുമ്പോൾ ഇത് സർക്കാരിലേക്ക് തിരിച്ചു വരണം. ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. സർ, ഡിസംബർ 30-ാം തീയതി അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ചർച്ചകൾ നടന്നുവെന്നാണ് പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞത്. വ്യവസായ മന്ത്രി പറയുന്നു ഇനി 25 വർഷം കൂടി അവർക്ക് നീട്ടിക്കൊടുക്കണം. വൈദ്യുതി മന്ത്രി പറയുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കണം. സർ, സാധാരണഗതിയിൽ BOT വ്യവസ്ഥ പ്രകാരം കാലാവധി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് നിരവധി തവണ ഇത് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല. വൈദ്യുതി മന്ത്രി പറഞ്ഞത് കാലാവധി കഴിഞ്ഞുകൊണ്ട് ഏറ്റെടുക്കണമെന്നാണ്. സർ, കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് പറയുന്നത് അവർക്ക് 25 വർഷം കൂടി നീട്ടി നൽകണം. കാരണം വെള്ളപ്പൊക്കത്തിൽ അവർക്ക് നാശനഷ്ടം ഉണ്ടായി. സർ, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തും അവർ വൈദ്യുതി ജനറേഷൻ അവിടെ നടത്തിയിരുന്നു. ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണി നടത്തേണ്ടി വന്നില്ല. തന്നെയുമല്ല, അങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ഇൻഷുറൻസിൽ പോകേണ്ടതാണ്, അവർ പോയിട്ടില്ല. സർ, കേരളത്തിൽ 12ഓളം ഇതുപോലെ BOT പദ്ധതികളുണ്ട്. വിഴിഞ്ഞം പദ്ധതിയും BOT ആണ്. BOTയുടെ കാലാവധി കഴിഞ്ഞാൽ സർക്കാരിലേക്ക് തിരികെ വരേണ്ട ഈ പദ്ധതി 25 വർഷം കൂടി നീട്ടിക്കൊടുത്താൽ 1 ഡസനിലേറെ വൈദ്യുതി പദ്ധതികൾ ഇതുപോലെ നീട്ടിക്കൊടുക്കേണ്ടി വരും. വിഴിഞ്ഞം പദ്ധതി 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടമാകുമ്പോൾ 60 വർഷം കഴിഞ്ഞാൽ വീണ്ടും നീട്ടിക്കൊടുക്കേണ്ടി വരും. ഇതൊരു തെറ്റായ നയമാണ്. ഇത് ശരിയല്ല. ഇതിനകത്ത് വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണം. 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. കോടിക്കണക്കിന് രൂപ വൈദ്യുതി ബോർഡിന് ലാഭം ഉണ്ടാക്കുന്നതാണ്. പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജുകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ ഗവൺമെന്റ് ഏറ്റെടുത്താൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. ഒരു വലിയ കമ്പനി, ഒരു കാർബറോണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനി 30 വർഷമായി സൗജന്യമായി ക്യാപ്റ്റീവ് പവർ ബാക്കിയുള്ളത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ആവശ്യമുള്ള വൈദ്യുതി വ്യവസായങ്ങൾക്ക് ഉപയോഗിച്ച ശേഷം ഇവർ ബാക്കി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുകയാണ്. സാർ, 300 കോടിയിലധികം രൂപ ഇതിനകം അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്? അതുകൊണ്ട് ഈ തന്നെയുമല്ല സർ, 30-ാം തീയതി എന്റെ കാലാവധി കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് വൈദ്യുതി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നിയമപരമായി തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ഈ പ്ലാന്റ് ഏറ്റെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ.